സോ ഹായ് ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ്ഹബ് എങ്ങനെ യൂസ് ചെയ്യാം, ഗിറ്റ്ഹബിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ SSH കീസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കൊരു ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ കൊടുക്കാം. സോ ഹലോ, വെൽക്കം ടു ഗിറ്റ്ഹബ് എന്നുള്ള പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ നമ്മളുടെ ജിമെയിൽ കൊടുക്കണം. എൻ്റെ ജിമെയിൽ ID ആയിട്ടുള്ളത് ഞാൻ കൊടുത്തു കഴിഞ്ഞു, @gmail.com. സോറി. സോ ഇവിടെ കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. ഇവിടെ നമുക്ക് നോ കൊടുക്കാം. സോ പസിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. സോ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളത് നമ്മൾ പസിൽ കൊടുക്കണം. ഫസ്റ്റ് തിങ് ഈസ് ഡൺ, സെക്കൻഡ് ഈസ് ഡൺ. സോ ദാറ്റ് ഈസ് ഡൺ. ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്കത് കൊടുക്കാം. സോ ഇത് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിലിൽ പോയിട്ട് നമ്മളുടെ പ്രൊഫൈൽ എടുക്കണം. സോ നമുക്ക് ഗിറ്റ്ഹബിൻ്റെ ഒരു കോഡ് കിട്ടിയിട്ടുണ്ട്. ആ കോഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. ജസ്റ്റ് മീ എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതേപോലെ ഞാൻ ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ടിന്യൂ ഞാൻ കൊടുക്കാം. ഇത് ഞാൻ കണ്ടിന്യൂ കൊടുക്കാം. ഫീച്ചേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. സോ ഇത് ഞാൻ ഫ്രീ അക്കൗണ്ട് ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ഗിറ്റ്ഹബിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നല്ല നൈസാണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വിഷ്വലൈസേഷൻ വരിക. സോ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ലൈക്ക് നമ്മുടെ പബ്ലിക് എന്നുള്ളൊരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു പുതിയ റെപ്പോ നമുക്ക് ഉണ്ടാക്കാം. സോ ഈ റെപ്പോ നെയിം എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം. ഞാൻ കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് എന്നുള്ളൊരു റെപ്പോ നെയിമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. സോ ഞാൻ ക്രിയേറ്റ് ന്യൂ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഡൺ. അവർ ന്യൂ റെപ്പോസിറ്ററി ഈസ് ഡൺ. സോ ഇനി നമുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇതിലോട്ട് എങ്ങനെ എത്തിക്കണമെന്നാണ്. സോ നമുക്കിവിടെ കാണാൻ പറ്റും ക്വിക്ക് സെറ്റപ്പ്. ഇഫ് യു ഹാവ് ഡൺ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ബിഫോർ, ഗെറ്റ് സ്റ്റാർട്ടഡ്, ക്രിയേറ്റിംഗ് എ ന്യൂ ഫയൽ, അപ്ലോഡിങ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ, റെക്കമെൻഡ് യു ഇൻക്ലൂഡിംഗ് റീഡ് മീ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കാം ലൈക്ക് ഹൗ ടു ക്രിയേറ്റ് എ ന്യൂ റെപ്പോസിറ്ററി ഓൺ കമാൻഡ് ലൈൻ, എങ്ങനെ ഒരു പുതിയ റെപ്പോസിറ്ററി ഉണ്ടാക്കാം, അതൊക്കെയാണ് നമുക്ക് അവിടെ കാണുന്നത്. ബട്ട് നമുക്ക് നമ്മളുടെ അറിയാമല്ലോ, നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. സോ നമുക്കത് യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് തിങ് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ചെറിയൊരു ചേഞ്ച് വ്യത്യാസമുണ്ട്. സോ എനിക്ക് ഈ .git ഫയൽ റിമൂവ് ചെയ്യണം. ഓക്കെ, സോ ആ .git ഫയൽ ഞാൻ റിമൂവ് ചെയ്തു. സോ ഞാൻ git init എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, git init എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇനീഷ്യലൈസ് empty git repository in C എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി. സോ ദ നെക്സ്റ്റ് തിങ് ഈസ് ദിസ് വൺ, git init നമ്മൾ കഴിഞ്ഞു. ബ്രാഞ്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ ഒരു കമാൻഡ് ഉണ്ട്, നമുക്കത് കോപ്പി ചെയ്യാം. ഇവിടെ റിമോട്ട് ആഡ് ഒറിജിൻ എന്നുള്ള രീതിയിൽ നമുക്കത് കൊടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ഈസ് ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ അല്ലേ. സോ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഗിറ്റ് പുൾ ചെയ്യാം. ഗിറ്റ് പുൾ -u ഒറിജിൻ മെയിൻ എന്നുള്ള പോലെ കൊടുത്തു. നമുക്കിവിടെ കാണാം കുറേ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഫുൾ കമാൻഡ് തെറ്റായിട്ട് കൊടുത്ത കാരണം കൊണ്ടാണ്. ഗിറ്റ് പുൾ ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, -u വേണ്ട ആവശ്യമില്ല. സോ നൗ ഓക്കെ, ഫേറ്റൽ എറർ കുഡ് നോട്ട് റീഡ് പെർമിഷൻ ഡിനൈഡ് പബ്ലിക് കീ എന്നുള്ള പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു പബ്ലിക് കീ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റിങ്സിലോട്ട് പോവാം. ഈ സെറ്റിങ്സിലോട്ടല്ല പോകേണ്ടത്, നമുക്കിവിടെ ഈ പ്രൊഫൈലിലുള്ള സെറ്റിങ്സിലോട്ടാണ് പോകേണ്ടത്. സെറ്റിങ്സിലോട്ട് പോവാം. സോ നമുക്കിവിടെ കാണാം ലൈക്ക് SSH GPG കീസ് എന്നുള്ളൊരു സെറ്റപ്പ് കാണാം. ഇവിടെ ഇത് കാണാനുണ്ടോ, ലൈക്ക് SSH കീസ്. ചെക്ക് ഔട്ട് ദ ഗൈഡ് ടു ജനറേറ്റ് SSH കീ. ആ ഒരു ഗൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ യൂസിങ് SSH കീ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ജനറേറ്റ് ന്യൂ കീ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വിൻഡോസ് മെഷീനിലാണ് വേണ്ടത്. സോ ഇത് ഓപ്പൺ ഗിറ്റ് ബാഷ് ആണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ഓപ്പൺ ഗിറ്റ് ബാഷ്. നമുക്ക് ഗിറ്റ് ബാഷ് അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഗിറ്റ് ബാഷ് ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. ഗിറ്റ് ബാഷ് ഡൗൺലോഡ് ചെയ്യേണ്ടത് വേറൊന്നും കൊണ്ടല്ല, ഞാനിത് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ
സോ ഞാനൊരു പുതിയ ടാബ് എടുക്കണു, എന്നിട്ട് ഞാൻ ഗിറ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ GitHub ഡൗൺലോഡ് അല്ല, ഗിറ്റ് ഡൗൺലോഡ്, വെറും ഗിറ്റ് ഡൗൺലോഡ്. സോ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വിൻഡോസിൽ ക്ലിക്ക് ചെയ്യണം. സോ ദാറ്റ് വിൽ യു ക്യാൻ ജസ്റ്റ് ഡൗൺലോഡ് ദി സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റാളർ 64-bit എന്നുള്ളത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി, അതൊരു ഇൻസ്റ്റാളർ ഓപ്പൺ ആവും. ഞാനത് ക്യാൻസൽ ചെയ്തു, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കാരണം കൊണ്ട്. സോ ദ നെക്സ്റ്റ് തിങ് ആസ് ഐ ഹാവ് മെൻഷൻ ലൈക്ക് ഗിറ്റ് ബാഷ് നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഗിറ്റ് ബാഷ് നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ദ ഗിറ്റ് ബാഷ് ഹിയർ. സോ ദ നെക്സ്റ്റ് കമാൻഡ് ദാറ്റ് വി നീഡ് ടു റൺ ഈസ് നത്തിങ് ബട്ട് ദിസ് വൺ. സോ SSH മൈനസ് ആൻഡ് ദ അതർ തിങ്. സോ ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യില്ല, Ctrl+V അമർത്തുമ്പോൾ പേസ്റ്റ് ആവുന്നില്ല. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. Ctrl+C Ctrl+V, ഓക്കെ, Ctrl+Shift+V, ഓക്കെ, നടക്കുന്നില്ല. ഷിഫ്റ്റ് ഇൻസേർട്ട് ആണ് വർക്കേണ്ടത്. ഓക്കെ, ഫൈൻ. സോ നമുക്കിവിടെ നമ്മുടെ ചേഞ്ച് ചെയ്യണം നമ്മുടെ ഇമെയിൽ ID. സോ മൈ ഇമെയിൽ ID ഈസ് Mr.MalluProgrammer@gmail.com. ഓക്കെ, സോ ബാഷ് കമാൻഡ് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ SSH കീ കമാൻഡ് നോട്ട് ഫൗണ്ട് എന്നുള്ള പോലെയാണ് കാണുന്നത്. സോ ഇഫ് യു ആർ ലെഗസി സപ്പോർട്ട് ദിസ് അൽഗോരിതം യൂസ് ദിസ് സംഭവം. അപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്. സോ നമുക്കിത് കൊടുക്കാം. നമുക്ക് കോപ്പി ചെയ്യാം. ഷിഫ്റ്റ് ഇൻസേർട്ട്, യാ. സോ Mr.Mallu okay, so enter the file in which you want to save the key. നമ്മളിവിടെ കാണാൻ പറ്റുന്നുണ്ട് ലൈക്ക് C യൂസർ, നമ്മുടെ യൂസർ നെയിം എന്താണ്, പിന്നെ .ssh IDRSA. നമുക്ക് അത് ചേഞ്ച് ചെയ്യൊന്നും വേണ്ട, നമുക്ക് അവിടെ തന്നെ നമുക്ക് സേവ് ചെയ്യാം. എൻ്റർ കൊടുക്കാം. എൻ്റർ ദ പാസ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും പാസ്വേഡ് കൊടുക്കുന്നില്ല. സോ എവറി ടൈം വെൻ വി പുൾ ദ കമാൻഡ് ഓർ പുഷ് ദ കമാൻഡ് വി നീഡ് ടു ഇൻസേർട്ട് ദറ്റ് പാസ്വേഡ്. നമുക്ക് വേണ്ട, ഞാനത് കൊടുത്തേക്കാണ്. സെയിം പാസ്വേഡ് അഗെയിൻ ചോദിച്ചു, ഞാൻ ബ്ലാങ്ക് തന്നെ കൊടുത്തു. സോ അത് ജനറേറ്റ് ആയി. സോ നമുക്കിവിടെ ഫിംഗർ പ്രിൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്, ലൈക്ക് ഒരു SSH കീ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനത് കോപ്പി ചെയ്യാണ്. കോപ്പി. സോ നൗ ദ നെക്സ്റ്റ് തിങ് ഈസ് ഐ നീഡ് ടു ഗോ ബാക്ക് ടു മൈ GitHub റിപ്പോ. സോ ഇവിടെ ആഡ് ന്യൂ SSH കീ എന്നുള്ള രീതിയിൽ കൊടുക്കാം. മൈ SSH കീ എന്തെങ്കിലും കൊടുക്കാം നമുക്ക്. ആൻഡ് ഐ ക്യാൻ ജസ്റ്റ് പേസ്റ്റ് ഇറ്റ് ഓവർ ഹിയർ. ആ ഒരു SSH കീ എന്താണോ അത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. അവിടെ ഞാൻ ആഡ് SSH കീ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. സോ ഓക്കെ, സോ യു മസ്റ്റ് അപ്ലൈ എ കീ ഇൻ ഓപ്പൺ SSH പബ്ലിക് കീ ഫോമാറ്റ്. സോ ഇതൊരു പബ്ലിക് കീ ഫോമാറ്റിലാണ് വേണ്ടത്. അപ്പോൾ വേറൊന്നും വേണ്ട, ലൈക്ക് നമുക്ക് നമുക്കറിയാമല്ലോ, ലൈക്ക് ആ ഒരു ഫയൽ ലൊക്കേഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. അത് ഞാനൊന്ന് കോപ്പി ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഷിഫ്റ്റ് ഇൻസേർട്ട് കൊടുത്തപ്പോൾ അത് പേസ്റ്റായി. ബട്ട് നമുക്കത് CD ചെയ്ത് പോകാൻ വേണ്ട. അപ്പോൾ CD സ്പേസ് അത് അവിടേക്ക് പോകാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് LS കൊടുത്താൽ നമുക്കവിടെ കാണാൻ പറ്റും നമ്മളുടെ all things related to there. So wait, let me see. So ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. CD എന്നുള്ള രീതിയിൽ കൊടുത്താൽ നമ്മൾ റൂട്ട് ഡയറക്ടറിയിലായി. CD/user/bin/ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. സോ നമ്മളിപ്പോൾ ഇവിടെയാണ്. ഓക്കെ. CD.SSH കൊടുത്താൽ മതി. സോ LS കൊടുത്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലൈക്ക് IDRSA പബ്ലിക് കീ. ഈ ഒരു പബ്ലിക് കീ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, സോറി, ഇത് കോപ്പി കമാൻഡ് Ctrl+C അല്ല, സോ കോപ്പി പേസ്റ്റ് ചെയ്യണം. സോ ഞാൻ ക്യാറ്റ് എന്നുള്ള രീതിയിൽ ക്യാറ്റ് ഷിഫ്റ്റ് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പബ്ലിക് കീയുടെ ഒരു സംഭവം നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് അവർ RSA കീ. അപ്പോൾ ഞാനത് വീണ്ടും ഞാൻ Ctrl+C അമർത്തി. സോ അത് ഞാൻ കോപ്പി ചെയ്തു. ഇവിടെ ന്യൂ SSH കീ എന്ന് പറഞ്ഞ് കൊടുത്തു. മൈ SSH കീ. ഓക്കെ, സോ ലെറ്റ്സ് പേസ്റ്റ് ഹിയർ, ആഡ് SSH. ദാറ്റ്സ് ഓൾ. സോ നമുക്കിവിടെ SSH കീ കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്കിനി git bash നമുക്ക് ക്ലോസ് ചെയ്യാം. സോ now we can come to git pull origin main കൊടുക്കാം. See, it's waiting. So git push origin
മെയിൻ നമുക്ക് കൊടുക്കാം. സോ git push -u origin main ആ ഒരു കമാൻഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഷിറ്റ് സോ അത് കൊടുത്തു. സോ ഫെയിൽ ടു പുഷ് സം റെഫറൻസ് ടു git push വേറൊന്നും കൊണ്ടല്ല, ചേടി മെയിൻ. ഓക്കെ, സോ ദ തിങ് ഈസ് വേറൊന്നുമല്ല, നമുക്കിവിടെ ബ്രാഞ്ച് ഒന്നും വന്നിട്ടില്ല. അത് കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ഇഷ്യൂസ് പോവാം. ലൈക്ക് ഇതിലേത് ബ്രാഞ്ചാണെന്ന് നോക്കേണ്ടി വരും. ലൈക്ക് ഇവിടെ എത്ര ബ്രാഞ്ചുകളുണ്ട്. ലൈക്ക് കറൻ്റ്ലി ഇപ്പോൾ ഒരു ബ്രാഞ്ച് പോലും ഇല്ലയെന്നാണ് കാണിക്കുന്നത്. സോ ഐ നീഡ് ടു ക്രിയേറ്റ് വൺ ബ്രാഞ്ച്. ഓക്കെ, സോ ബ്രാഞ്ച് ഞാൻ പറയണു മെയിൻ. ഓക്കെ, ഇറ്റ്സ് ദെയർ, മെയിൻ ഉണ്ട്. So this is the main branch. Okay, tree main. Okay, so that's fine. So git pull push -u origin head main reference to error failed to push some reference specify head doesn't match any. Oh sorry, so git add dot കൊടുക്കണം. സോറി. സോ നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. സോ ഇപ്പോഴാണ് നമ്മൾ git add dot കൊടുത്തത്. സോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അത് ആഡ് ചെയ്തു. ഇനി അത് കമ്മിറ്റ് ചെയ്യണം. സോ git commit -m added new values. Yes, so that is done. And നമുക്ക് ഇനി പുഷ് കമാൻഡ് കൊടുക്കാം. നൈസ്, സീ നമുക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. and it's done. So let's go back and just refresh the whole page. We can see the server, we can see the YouTube, everything is here. So ഇത്രയേ ഉള്ളൂ. സോ നമ്മുടെ ഒരു ഹോൾ തിങ് നമുക്കിവിടെ കാണാൻ പറ്റും. സോഴ്സിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഹൗ വി വിൽ കണക്ട് ദ GitHub. സോ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ലൈക്ക് പുൾ ദ മെയിൻ ഫ്രം ദെയർ, വി ക്യാൻ ജസ്റ്റ് യൂസ് git pull origin main and it will pull everything. Yeah, it's already up to date. ഓക്കെ, സോ നമ്മളിവിടെ ചേഞ്ചസ് എന്തെങ്കിലും വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ, പുഷ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾ.